തൃശൂർ ചാലക്കുടിയിൽ വൻ തീപിടുത്തം. ചാലക്കുടി നോർത്ത് ജംഗ്ഷനിലെ ഊക്കൻസ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ എന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. 2.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. 5 കോടി രൂപയുടെ പ്രാഥമിക നഷ്ടം കണക്കാക്കുന്ന സംഭവത്തിൽ ഫയർഫോഴ്സും പോലീസും അന്വേഷണം ആരംഭിച്ചു. ചാലക്കുടി നോർത്ത് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഊക്കൻസ് പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർ എന്ന സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. രാവിലെ 8 മണിയോടുകൂടി ജീവനക്കാർ എത്തി ഷോപ്പ് തുറന്നതോടെ മെയിൻ സ്വിച്ചുകൾ ഓണാക്കി. പിന്നാലെ ഗോഡൌണിന്റെ പിറകുഭാഗത്തു നിന്നും പുക ഉയരുകയും തീ ആളിപ്പടരുകയുമായിരുന്നു. പെയിന്റിംഗ് സാമഗ്രികളും പ്ലൈവുഡുകളും ടൈൽസും അടക്കമുള്ള സാധനങ്ങൾ അതിവേഗമാണ് കത്തിപ്പടർന്നത്. കനത്ത മഴ പെയ്യുമ്പോഴും തീ പടർന്നു പിടിച്ചത് ആശങ്കയായി മാറി. അപകടങ്ങൾ ഒഴിവാക്കാൻ തൊട്ടടുത്ത സ്ഥാപനങ്ങളിൽ നിന്നും ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ചു. സമീപത്തെ ഗ്യാസ് ഏജൻസിയുടെ ഗോഡൌണിൽ നിന്നും സിലിണ്ടറുകൾ മുഴുവനായി മാറ്റി. ചാലക്കുടി ഫയർ സ്റ്റേഷനിലെ 3 യൂണിറ്റുകൾ എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. തൊട്ടുപിന്നാലെ പെരുമ്പാവൂർ, അങ്കമാലി, പുതുക്കാട്, മാള, തൃശൂർ, ഇരഞ്ഞാലക്കുട തുടങ്ങിയ സ്റ്റേഷനുകളിൽ നിന്നുള്ള യൂണിറ്റുകളും എത്തി. ഒടുവിൽ 2.5 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. നിലവിൽ നമുക്ക് 8:30 മണിക്കാണ് കോൾ വരുന്നത്, ഈ പറയുന്ന പെയിന്റ് ഗോഡൌണിൽ തീ പിടിച്ചു എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കി. തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ചാലക്കുടി, തൃശ്ശൂർ, പുതുക്കാട്, മാള, ഇരിങ്ങാലക്കുട കൂടാതെ എറണാകുളത്ത് നിന്ന് അങ്കമാലി തുടങ്ങിയ യൂണിറ്റുകൾ കൂടെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. ഫോം ഉപയോഗിച്ചിട്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയതാണ്. ഷോർട്ട് സർക്യൂട്ടാണ് നമ്മൾ അനുമാനിക്കുന്നത്. സ്ഥാപനത്തിൽ സൂക്ഷിച്ച പെയിന്റുകൾ അടക്കമുള്ള സാധനങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചതോടെ പ്രാഥമികമായി 5 കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. 75ഓളം ജീവനക്കാർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ ആളുകൾ എത്തി തുടങ്ങും മുൻപ് തീപിടിച്ചതിനാൽ ആളപായം ഒഴിവായി. സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഏകദേശം 5 കോടി രൂപ മേലെ ഒരു നഷ്ടമാണ് കണക്കാക്കുന്നത്. 5 കോടി. ഇപ്പോൾ ഈ സെക്ഷനിൽ ഏകദേശം ഒരു 30 പേരോളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാ സെക്ഷനിലും കൂടി ഒരു 75 പേരോളം ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ രാവിലെ കട തുറന്നതിന് ശേഷമാണ് സംഭവം ഉണ്ടായതെന്നാണ് അറിയാൻ സാധിച്ചത്. അത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും പ്രാഥമിക നിഗമനം. ബാക്കി കൂടുതൽ അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. നിലവിൽ ഫയർഫോഴ്സ് എല്ലാ യൂണിറ്റും വന്നിട്ടുണ്ട്. 6ഓളം യൂണിറ്റ് വന്നിട്ട് ഇതിൻ്റെ ഏകദേശം ഇപ്പോൾ ഒതുങ്ങിയിരിക്കുകയാണ്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ജനപ്രതിനിധികളും ചേർന്ന് സമയോചിതമായി നടത്തിയ ഇടപെടലാണ് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചത്. അതേസമയം തീപിടിച്ച സ്ഥാപനത്തിൽ അഗ്നിരക്ഷാ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതും തിരിച്ചടിയായി. സംഭവത്തിൽ കേസെടുത്തതായും വിശദമായ അന്വേഷണം നടത്തണമെന്നും ചാലക്കുടി പോലീസ് അറിയിച്ചു. ന്യൂസ് മലയാളം, തൃശൂർ.